പ്രിയമുള്ളവരെ നമസ്കാരം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമുക്ക് ആദ്യത്തെ സ്കിറ്റിലേക്ക് കിടക്കാം. നമ്മളിപ്പോ കേരളത്തിൽ കിടന്നല്ലേ കളിക്കണത്? അതെ. നമുക്ക് അതിർത്തിയില് നമുക്ക് വാളയാർ ചെക്ക് പോസ്റ്റ് വരെ ഒന്ന് പോയാലോ? ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അപ്പൊ അതിനകത്ത് ഉള്ളവരുടെ പേരൊന്നും പറഞ്ഞേക്കാം ഞാൻ. ശ്യാം തൃക്കുന്നപ്പുഴ, രാജേഷ് തിരുവമ്പാടി ആൻഡ് അജേഷ് റാന്നി. പരമശിവം, ഈ ചിന്നാട് ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോ നിന്റെ ഒറ്റ ലോഡും ഈ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നു പോവുകയല്ല. ചിന്നാടനാണ് ഈ പറയുന്നത്. വർക്കിച്ചായോ താങ്കളുടെ എനിക്ക് സമയം കുറിച്ചിട്ട് നാളെ രാത്രി കൃത്യം 9-നും 10-നും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോകും. താനാണെങ്കിൽ തടയണോ? എന്റെ പൊന്നു ചിന്നാടൻ കൊച്ചേട്ടാ, കുറെ കാലമായി നിങ്ങൾ ഈ വഴക്ക് തുടങ്ങിയിട്ട് ഈ ചെക്ക് പോസ്റ്റിനടുത്ത് വന്നിട്ട്. പരമശിവൻ, നിങ്ങൾക്കെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ? എപ്പം നോക്കിയാലും ഈ ചെക്ക് പോസ്റ്റ് വന്ന് നിങ്ങൾക്ക് ഈ വഴക്കൂടാനേ നേരമുള്ളൂ. കുറച്ച് സ്പിരിറ്റ് കടത്തും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ വഴക്കുകൊണ്ടാണ് എനിക്ക് 10 കച്ചവടം ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഈ വഴക്ക് കാണാൻ ആൾ കൂടും, അപ്പൊ എനിക്ക് ഇവിടെ കുറച്ച് കച്ചവടം നടക്കും. വഴക്കിട്ടോ, വഴക്കിന് ഇനിയും നടക്കട്ടെ. അല്ല പിന്നെ എന്നാ പറയാനാ. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, കവരത്തി. சேலம், திருச்சி, பொள்ளாச்சி, வானொலி நிலையங்கள் வடக்கம் கொட்டிப்பாடல் உருകൊട്ടി പാടുங்கள் തമിഴ് சொல் മാലൈ. വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വയലും വീടും പരിപാടിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് മധുരൈ മാവട്ടം വണങ്ങും ഏഴകൾക്ക് സ്വന്തം ചിന്നതുരൈ വാവളപ്പൻ അവർകൾ. ഇതാണ് ഈ വാളയാർ വന്നിട്ട് റേഡിയോ വെച്ചുള്ള കുഴപ്പം. കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റടിച്ചാൽ മലയാളം പറയും, തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റടിച്ചാൽ തമിഴ് പറയും. ഇതാണ് പ്രശ്നം. ഇനി വെക്കുന്നില്ല അവിടെ. കുറച്ചു കാലമായി ഞാൻ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? അയ്യോ, ഒന്നും പറയണ്ട. തിരക്കോട് തിരക്ക്. തന്റെ വണ്ടിയാണ് വന്ന് നിന്നല്ലേ? അതെ, വണ്ടി വന്ന് നിന്നപ്പം എന്നൊരൊച്ച കേട്ടായിരുന്നു. എന്തായിരുന്നു? അതാ ലോറിയുടെ എയർ പോയത്. ലോറിയുടെ എയർ പോയതാണോ? എത്ര ദിവസമായി തുടങ്ങിയിട്ടെന്നറിയോ? എന്തുവായി തോർത്തിട്ട് വീശുന്നോ? തോർത്തിട്ട് വീശുന്നതല്ലെന്ന്. ഇവിടെ ഈ വണ്ടിയെ കിടന്ന് ഇങ്ങനെ കറങ്ങുമല്ലോ ലോഡുമായിട്ട്. ആണല്ലേ? ഓ, ഭയങ്കര ക്ഷീണമായി പോയി. എവിടെന്നാ ലോഡ് എടുത്തേ? ചങ്കുമുഖത്ത് നടത്തോണ്ട് വരുവാ. അത് ശരി. അതങ്ങനെയാന്ന് പറയാ. നീ ചങ്കുമുഖത്ത് പോയിട്ടുണ്ടോ? ഞാൻ ചങ്കുമുഖത്തൊന്നും പോയിട്ടില്ല. അപ്പൊ മത്സ്യകന്യെ അവിടെ ഇരിക്കുന്ന പേര് അവൻ അറിഞ്ഞിട്ടില്ല. അല്ല, ഈ കടയം പൂട്ടി അവിടെ പോയി വായി മുളി. എന്ത് പറഞ്ഞാലും വൃത്തിയായിട്ട വർത്തമാനമാണല്ലോ പറഞ്ഞു വരുന്നത്. പിന്നെ ലോഡ് എന്തുവാ? ലോഡ് റബ്ബർ ഷീറ്റ്. റബ്ബർ ഷീറ്റാ? അപ്പൊ ഇത്തിരി തടയുമല്ലോ. പിന്നെ തടയാതെ. എന്നാ പിന്നെ കഴിക്കാൻ എടുക്കട്ടെ. എന്തുകൊണ്ട്? കഴിക്കാന് ദോശ ഉണ്ട്, ഓംലേറ്റ് ഉണ്ട്. ആണോ? വേണ്ട, മറ്റേ ബണ്ണ് തരില്ലേടാ. ബണ്ണ് തരത്തില്ല. അതിലും ഭേദം എനിക്ക് ആ റബ്ബർ ഷീറ്റ് തിന്നുന്ന. പിന്നെ സ്ട്രോങ് ഒരു ചായ എടുക്കട്ടെ. എന്റെ പൊന്നെ, എനിക്ക് നിന്റെ സ്ട്രോങ് ചായ വേണ്ട, ലൈറ്റ് ചായ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോഡും കൊണ്ടുവന്ന് ഇവിടെ വണ്ടി ചവിട്ടി. നിന്റെ ഇന്നൊരു സ്ട്രോങ് ചായ കുടിച്ചിട്ട് ഞാൻ തിരുനെൽവേലി ലോഡും കൊണ്ടുപോകാൻ വന്ന ഞാനാ. ഇവിടുന്ന് വണ്ടി എടുത്ത് ഒരു ഒറ്റ കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും ലോഡ് ഇറക്കി. അന്നാണ് വഴി തെറ്റിപ്പോ ഇടയ്ക്ക് വെച്ച് ലോഡ് ഇറക്കാൻ. വണ്ടിയാലെ ലോഡിന്റെ കാര്യമല്ല പറഞ്ഞ. പിന്നെ നിന്റെ ചായയുടെ റീലോഡ് കൊണ്ടിറക്കി. അണ്ണാതെ ചുമ്മാതെ എന്റെ ഈ ചായ കുറ്റം പറയല്ലേ കേട്ടാ. എന്റെ ചായയുടെ രുചി ഇവിടത്തെ ഓരോ മയിൽക്കുറ്റിക്കും അറിയാം. അത് കറക്റ്റ് ചെയ്യാത്ത. ഒരു കവള് ചായ കുടിക്കും, ബാക്കിയെടുത്ത് മയിൽക്കുറ്റിയിലിട്ട് എടാ, ആ മയിൽക്കുറ്റിക്ക് സംസാരിക്കാൻ ചേച്ചി ഉണ്ടായിരുന്ന മയിൽക്കുറ്റിയുടെ പേര് വെച്ച് നിന്നെ തെരുവിൽ ചേച്ചി പോയേനെ. മയിൽക്കുറ്റി കേട്ടോ. ഇതെന്തോ വീട്ടിൽ ഒരു സ്വതതയില്ല. വണ്ടിയെ കയറി എന്ത് പടി? ഇനി വണ്ടി എടുത്തു ഇങ്ങനെ ഇറങ്ങിയാ ഉടനെ അങ്ങ് വിളിക്കും. അത് മേടിച്ചോണ്ട് വരാൻ ഞാൻ തിരിച്ചു വരണ്ടേ. ഇത് അവിടെ കൊണ്ട് ഇറക്കണ്ടേ ലോഡ്. തിരിച്ചു വരുമ്പോ കൊണ്ടുവരാന്ന്. എന്തൊരു നാശം പിടിച്ച ഇടപാടാന്ന് പറയുന്നത്. ഓരോ സാധനം മേടിയില്ല, അത് മേടിയില്ല, ഇത് മേടിയില്ല. വീട്ടിൽ നിന്ന് വിളിച്ചു പറയാം. ഒരു തിരിച്ചു വരുമ്പോ TV മേടിച്ചോളിച്ചല്ലേ. എന്റെ പൊന്നെണ്ണ, ഇത്ര കാലമായിട്ട് നിങ്ങളുടെ വീട്ടിലൊരു TV ഇല്ലേ? TV ഉണ്ടായിരുന്നു. 42 ഇഞ്ച് വലിയൊരു TV വീട്ടിൽ ഇരുന്നല്ലേ. എന്നിട്ട് ഇളയ ചെറുക്കാൻ ഒരു എന്തോ പറയാനാ ഇതുപോലെ കുരുത്തണ്ടേ ഇറക്കാൻ. അതാസമയം TV ഇട്ട് പണി അവിടെ കുത്ത് ഇവിടെ കുത്ത്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ കാണാടാ ഈ TV എടുത്ത് തലകുത്തനെ ഇങ്ങനെ വെച്ചിരിക്കും. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എടുത്ത് ഞാൻ മിറ്റത്തിട്ട് ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. അത് ചെയ്തോ മോശം. ഇത് കഴിഞ്ഞപ്പോഴേ അബദ്ധം മനസ്സിലായ. എന്താ? TV അവൻ തലകുത്തനെയല്ല നേരെയാ വെച്ചിരുന്നേ. പക്ഷെ അന്ന് ഞായറാഴ്ച ആണ്ട് യോഗ ക്ലാസ് നടക്കും. അതിന്റെ ഭാഗമായിട്ട് അവര് തലകുത്തിക്കോ. ഒരിപ്പോ എന്റെ കാശും പോകും. ഓരോ വേലകൾ പൈസ എന്തോരം പോയാണല്ലേ. ഞാനിങ്ങനെ ഇട്ട് കറക്കും, പൈസക്ക് സാധനം മേടി. ഇതന്നെ കളി നടക്കുമല്ലേ. കിളി എന്ത് ചെയ്യണ? അത് മുട്ടയിട്ട് വീട്ടിലിരിക്കുന്നു. എന്ത് കാര്യമല്ലേ ചോദിച്ചത്? അന്നേരം കൂടെയുള്ള കിളി എന്തിയെന്ന്? കിളി അവൻ സദാസമയം ലീവ് ഇടാ ചെറുക്കൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും ഒരു ഹമ്പേ കയറ്റുമ്പോ ബ്രേക്ക് ഔട്ടില്ലെന്ന് പറഞ്ഞു ഉടനെ ലീവ്.
എടാ ഞാൻ കറക്റ്റ് സമയത്ത് ഗിയർ മാറുന്നില്ലെന്ന് പറഞ്ഞ് ഉടനെ ലീവ്. പക്ഷെ ആ കിളി ഇല്ലെങ്കിലും ബോറടിക്കാതെ പോകുന്നു. അതങ്ങനെ ഞാൻ വണ്ടി കൊണ്ട് അവിടുന്ന് ഞങ്ങുമ്പോഴത്തോട് തോന്നുന്നു കൊല്ലത്തൊരു ചായ കുടിക്കാനായിട്ട് നിർത്തി. ചായ കുടിക്കാൻ നിർത്തിയതും ഞാൻ ചായ കുടിച്ച് തിരിച്ചു വണ്ടിയൊക്കകത്ത് ഒരു പയ്യൻ കയറിയിരിക്കുന്നു. അയ്യോ, ഒരു ബായിയൊക്കെ ഇട്ട് ഒരു മിടുക്കം കൊച്ചു പയ്യനാ കേട്ടോ. അവനുള്ളത് കൊണ്ട് ഇങ്ങനെ അല്ലറിയാതെ ഇങ്ങനെ പോകുന്നു. പക്ഷെ ഒരിപ്പൊക്കെ ഭയങ്കര നാശപ്പെടാ അവൻ. അതെന്താ? എടാ ഞാൻ കൊല്ലത്തും ചായ കുടിച്ചിട്ട് അവനെ കൊണ്ട് ഞാൻ കയറി എന്തോ ലിഫ്റ്റ് അല്ലേ എന്ന് ഓർത്തു. ഒറ്റയ്ക്കല്ലേ വണ്ടി എടുത്തോണ്ട് ഇറങ്ങി ഞാൻ ഒരു കരുനാപ്പള്ളി ആയപ്പോ ഒരു ചായ കുടിക്കാനോട് നിർത്തി. യവൻ എന്റെ കൂടെ ഇറങ്ങി വേണം കടയിൽ. എന്തൊരു നാശം ഇത്? എടാ എന്നോട് പോലും ചോദിക്കാതെ 6 പൊറോട്ട ഒരു ചിക്കൻ ഫ്രൈ അടിച്ചേക്കും അവൻ. അവസാനം കാച്ചില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിരുന്ന കാശ് ഞാൻ കൊടുത്തത് പോട്ടെന്ന് വിചാരിച്ചു. അവിടുന്ന് വണ്ടി എടുത്ത് കായംകുളത്ത് ഒരു ചായ കുടിക്കാൻ നിർത്തി. അപ്പോഴും വന്നേക്കുവാ. എന്ത്? അവിടുന്ന് ഒരു ഫ്രൈഡ് റൈസും 2 ചിക്കൻ ഫ്രൈയും അടിച്ചേക്കുന്ന അവൻ. അതിന്റെ കാശ് ഞാൻ കൊടുത്ത് പോട്ടെ കാശില്ലാത്ത. അവിടുന്ന് നേരെ ആലപ്പുഴ വന്ന് ചായ കുടിക്കാൻ. അവിടെ വന്നപ്പോ അവിടെ ഇറങ്ങി വന്നേക്കാം. അവിടുന്ന് 6 പൊറോട്ട ഒരു ബീഫ് ഫ്രൈയും അടിച്ചേക്കുന്ന അവൻ. ഇവിടെ ഇവനെ കൊണ്ട് നാശം ഒന്ന് കാച്ച് കഴിയുന്ന പോവില്ലേ? അവിടുന്ന് ഞാൻ എന്തോ എന്നറിയാ ബുദ്ധി പ്രയോഗിച്ച് ഓരോ സ്ഥലത്ത് ഇറങ്ങി ചായ കൊടുത്ത് ഇവനെ ഒഴിവാക്കണ്ടേ. അങ്ങനെ പാലക്കാട് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഒരു ഹോട്ടലിൽ കയറ്റി നിനക്ക് ആവശ്യമുള്ള കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ കാണാതെ വണ്ടി എടുത്തോണ്ടെങ്കിൽ പോകും. ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് വാ വളർന്ന് അവിടെ ഇരിക്കുമായിരിക്കും. അവിടെ ഇരിക്കട്ടെ, അത് തന്നെ വേണം. അങ്ങനെ തന്നെ വേണം. വണ്ടി കയറ്റാൻ പറ്റത്തില്ലെന്ന്. അല്ല കൊച്ചി ഇറക്കാനല്ലേ എന്ന് ഓർത്താൽ അവിടെ ഇരിക്കട്ടെ. അവന് തീറ്റയാണ് പ്രശ്നം. അതാണ് പ്രശ്നം. നീ എന്തെങ്കിലും ദോശ ലൈറ്റ് ആയിട്ട് നമുക്ക് ഓംലെറ്റ് മതിയാണ്. റീലോഡ് ഇല്ലാത്ത സാധനം വല്ല ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള സാധനം ആണ്ടവൻ ആണ്ടവനാ മുരുക ഭഗവാനെ എവിടെ? ആണ്ടവനല്ലെന്ന് ആണ്ടവൻ എന്റെ ലോറിയെ കയറിയവൻ. ആണ്ട് എടാ നിന്നെ ആ പാലക്കാട് ഇറക്കി ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇറക്കിട്ട് ഞാൻ വന്നാന്നോ? അതെ, എന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തിട്ടേ അണ്ണൻ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് പോകുന്നില്ലയോ? എന്നിട്ട് അപ്പുറത്ത് മാറ്റി ഇട്ടിട്ട് ആളറിയിക്കാതിരിക്കാൻ വേണ്ടി വേറെ ഉടുപ്പും ഇട്ട് തല തോർത്തുമുണ്ടും ചുറ്റിക്കെട്ടി ഞാനിരുന്ന കടയിൽ തന്നെ വന്ന് വീണ്ടും ചായ കുടിക്കാൻ കയറിയില്ലയോ? എന്നിട്ട് അണ്ണൻ വണ്ടി എടുത്തോണ്ട് പോന്നപ്പോ എനിക്ക് അണ്ണനാന്ന് മനസ്സിലായി. കൂടെ വണ്ടിയുടെ പുറത്ത് ഞാനും കയറിഞ്ഞു പോകുന്നു. എന്നാലും എനിക്കൊരു സംശയം. ഞാൻ ഇങ്ങനെ വട്ടം തോർത്ത് കെട്ടിയിരുന്നടാ. അപ്പൊ ഈ വട്ടം തോർത്ത് കെട്ടിയിരുന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ മനസ്സിലായി? അല്ലല്ല, വേറെ സംഭവം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അണ്ണൻ എങ്ങനെയാണ് ചായ കുടിക്കുന്നത്? ഞാൻ ആ ഗ്ലാസ് ചായ എടുത്തിട്ട് ഇങ്ങനെ ഈ മാനസം കണ്ടപ്പോ മനസ്സിലായി. ഒരു പോക്കിന് ആവശ്യമില്ലാത്ത ഓരോ മാനസോ ഇവിടെ എന്റെ വണ്ടിയുടെ എങ്ങനെയും കയറിയാ പിന്നെ ഞാൻ പോകത്തില്ല. ഞാൻ പിടിക്കാൻ പോകത്തില്ല. ഇടയ്ക്ക് ആദ്യം പിടിച്ചവൻ എന്തിനാ വലിഞ്ഞ് കയറുന്നതെന്ന് അറിഞ്ഞില്ലേ? അണ്ണ ഇതായതാണ് സ്ഥലം. ഇത് മോനെ വാളയാർ. ഇതാണ് വാളയാർ, കേരളത്തിന്റെ അഗ്രം. ആണോ? ഇവിടെ ഒരു പ്രത്യേക തരം കൾച്ചറാണ്. അതാണോ അഗ്രികൾച്ചർ? കണ്ടോ മേടിച്ച് കിട്ടിയാ നിനക്ക്? മോനെ അതല്ല, പിന്നെ ഇതാണ് കേരളത്തിന്റെ അറ്റം. ഇവിടെ കൊണ്ട് കേരളം തീരുവാ. കേരളമൊക്കെ നേരത്തെ തീർന്നു. നീ പേരിന് ഒരു ജാകാല. എടാടാ മര്യാദക്ക് ചുറ്റിക്കാനാ പോടാ. ദൈവന്റെ വയറ്റിൽ മാലിന്യ സംസ്കരണം മിഷ്യാനാണ്ട് വെച്ചേക്കോ അവന്റെ വയറ്റ്. ഇതിനു വേണ്ടി നിനക്ക് പാലക്കാട് ഇറങ്ങി നീ കയറ്റിയില്ലടാ നീ? അണ്ണ പാലക്കാട് 3/4 മണിക്കൂർ എടുത്ത് വാളയാർ വരാൻ. അത്രയും നേരം 4 പൊറോട്ടയും 2 ബീഫ് കറിയും കഴിച്ച് വിശപ്പടക്ക് ഞാൻ ഇരുന്നില്ല. അപ്പൊ അതിനെ 1 മണിക്കൂർ മുമ്പ് നിന്നെ തൃശ്ശൂർ ഇറക്കിയപ്പോ നീ കയറ്റിയില്ലടാ. കള്ളിച്ചോരയില്ലാത്ത വർത്തമാനം പറഞ്ഞു കേട്ടോ. 1 മണിക്കൂർ മുമ്പ് തൃശ്ശൂർ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നത്. അതിന് 1/2 മണിക്കൂർ മുമ്പല്ലേ അങ്കമാലി എനിക്ക് 10 പൊറോട്ട വാങ്ങിച്ചു തന്നെ. എന്നിട്ടും 1/2 മണിക്കൂർ സഹിച്ചിരുന്നില്ല. ഇതിനും വേണ്ടിയൊക്കെ തിന്നാൻ എന്തുവാണ് നീ? ഇവൻ യുവ കർഷകൻ, ഇവൻ കൊക്കപ്പുഴു വളർത്തുന്നുണ്ട്. കൊടുക്കരുത് കേട്ടോ ഒരുപാട്. നിർത്ത്. എന്റെ അണ്ണ ഇത്തിരി മനസാക്ഷി കാണിക്കണം. ഒരു പയ്യനല്ലേ, അവന് ഇത്തിരി വിശപ്പിന്റെ അല്ലേ, ഞാൻ ഇത്തിരി ഭക്ഷണം കൊടുക്കാൻ വേണം. ഇങ്ങനെ ഉണ്ടോ അങ്ങ് തീറ്റി ഇങ്ങനെ? മോൻ എന്താ വേണ്ടത്? തരണ്ട. തരണ്ട, തരൂ. ഇപ്പൊ കൊച്ചിന് എന്താ വേണ്ടത് പറ. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിന് ഇവിടെ നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോ ഇത്തിരി ഭക്ഷണം കൊടുക്കും. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തെന്നും പറഞ്ഞ് നമുക്ക് പുണ്യം കിട്ടും. പുണ്യം ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. പെപ്പർ ചിക്കൻ ഉണ്ടോ? കിട്ടിയോ? പറ്റ എഴുതാൻ എനിക്ക് പേപ്പർ പോലും ഇല്ല. അപ്പോഴാണ് നിനക്ക് പെപ്പർ ചിക്കൻ തരാൻ പോണത്. ഇത് കഴിടാ. അതിനും നല്ലത് അതെ റബ്ബർ ഷീറ്റ് എപ്പോഴും വലിച്ചു കയറി തിന്നടാ. അതാ ഞാൻ തിന്നാത്ത കേട്ടാ. എന്റെ ആ മാസത്തിൽ നല്ല കരിങ്കിലും നല്ല ചോദിക്കണോ? അതാ നിനക്ക് അതിന്റെ പ്രായം. പക്ഷേ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. മോൻ വീട്ടിൽ പോ. ഇല്ല, പോകത്തില്ല. മോൻ ഇവിടെ നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. എന്താ മോന്റെ പ്രശ്നം? എന്താ വന്നേ? ഞാൻ സങ്കടം കയറി വന്നാണ്. തോന്നിയാതപ്പോ അടിക്കാൻ കറ ഞാൻ പൊളിക്കുന്നവനെ. നീ എന്റെ വണ്ടിയെ കയറിയില്ലടാ വന്നു. പിന്നെ നീ ഇപ്പൊ പറഞ്ഞ ചങ്ങാടം കയറിയാ വന്നേന്ന്. പിന്നെ ഞാൻ സങ്കടം കയറി വന്നത് വീട്ടിൽ. ചങ്കടം തിന്നത്ത് കിട്ടാത്ത ചങ്കടം വന്നു. എന്റെ കാര്യങ്ങൾ അറിഞ്ഞാല് നിങ്ങൾ എന്നെ ഇങ്ങനൊന്നും പറയത്തില്ല. എനിക്കറിയാം. എന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ അച്ഛൻ കൈയും കാലും ഒടിഞ്ഞ് കിടക്കുവാ വീട്ടിൽ. കൈ 4ആയിട്ടും കാര്യം 42 ഓടിക്കേക്കുന്നു. അണ്ണ എന്തുണ്ടോ ഇത്ര മനസാക്ഷി കാണിക്കണ? എടാ അവനല്ലേടാ ചിന്തിക്കണം. അവന്റെ തന്റെ കൈയും കാലും ഓടിച്ച് കിടക്കുന്നു. അപ്പൊ അയാളെ നോക്കി വീട്ടിൽ ഇരിക്കാത്തതിന് അവൻ ഈ നാട് ചുറ്റാൻ ഇറങ്ങേണ്ട കാര്യം എന്തോ? അവന് വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ കോയമ്പത്തൂര് ഈ സെക്കൻഡ് ഹാൻഡ് സാധനമൊക്കെ വിൽക്കുന്ന കടയുണ്ട്, അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. അതിനിറങ്ങിയ ഞാൻ
അവിടെ അതിന് നിന്റെ അച്ഛന്റെ കൈയും കാലിന്റെ സെക്കൻഡ് ഹാൻഡ് ഒന്നും കിട്ടത്തില്ല അവിടെ. അയ്യോ സെക്കൻഡ് ഹാൻഡ് കൈ കാലം വാങ്ങിക്കാൻ പാടില്ല. പിന്നെ? ആ കടയിൽ പോയി ജോലി ചെയ്യാൻ. അപ്പൊ അച്ഛന് വയ്യാത്തോണ്ട് ഞാൻ ജോലി ചെയ്യണമല്ലോ. ആണോ? എന്നെ കട ഇറക്കി. അതാണ്, ജോലി ചെയ്യാൻ ഇറങ്ങിയതാണ്. അതിനെ മാനിക്ക്. അതെ. വേറൊരു കാര്യമുണ്ട്, ഈ ജോലിക്ക് വെറുതെ കൊണ്ട് കയ്യും പൂശി ഇറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടത്തൊന്നുമില്ല. പിന്നെ? സർട്ടിഫിക്കറ്റുകൾ വേണം. എവിടെ വേണമെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുത്താലേ എടുക്കുള്ളൂ. അണ്ണാ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്റെ കയ്യില്. ഉണ്ടോ? ഭഗവാനെ ഭാഗ്യ, ഞാൻ വിചാരിച്ച് വെച്ചപ്പോ ഇവൻ അതുകൂടെ അടുത്തൊക്കെ തിന്നു കാണുമോ. നിങ്ങൾ എന്തോ വിചാരിച്ച ഞാൻ ചുമ്മാ ഇറങ്ങി അവൻ വരുമെന്നോ? ബുദ്ധിമാനാ കേട്ടോ. വേണ്ട. അവനെ ജീവിതം പൊലിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് ഇറങ്ങി. വേറെ ഏതാണ്ട് 25 സർട്ടിഫിക്കറ്റ് ഉണ്ട്. 25 സർട്ടിഫിക്കറ്റ്. അണ്ണാ, ഓ മെഡിക്കൽ കോളേജിലെ ബ്ലഡ് കൊടുത്തതിന്റെ സർട്ടിഫിക്കറ്റ്. ഇത് കൊണ്ട് കൊടുത്തിരിക്കും ജോലി വാങ്ങിച്ചു തരാവണ്ണ. ഈ ബ്ലഡ് കൊടുത്തതിന്റെ സർട്ടിഫിക്കറ്റോ? കിട്ടുന്നില്ലയോ? ഈ ബ്ലഡ് കൊടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരേ ഒരു സ്ഥലത്തെ ജോലി കിട്ടത്തുള്ളൂ. അതെവിടാ? ഡ്രാക്കുളയുടെ കോട്ടയിൽ. അവിടെ ഫ്രൂട്ട് കിട്ടും. ആ ഫ്രൂട്ട് കിട്ടും. പിന്നെ ചോര കൊടുത്താൽ ഉടനെ പുള്ളി ഫ്രൂട്ട് തരും. പുള്ളിയുടെ പല്ല് ഇവിടെ ഇറങ്ങും. എന്നിട്ട് അതിനകത്തോടെ നിനക്ക് ഫ്രൂട്ടി ഒഴിച്ച് തരും. കേട്ടടാ? ഒച്ച ഇങ്ങനെ കറങ്ങിയാണെന്ന് കാര്യമില്ല. നീ വീട്ടിൽ പോ. ഇല്ല. നീ വീട്ടിൽ പോയി. ഇവിടെ നടന്നുകൊണ്ട് കാര്യമില്ല. നീ വീട്ടിൽ പോയാലേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അണ്ണാ നിങ്ങൾക്ക് അറിയത്തില്ല എന്റെ അവസ്ഥ. എന്റെ അച്ഛൻ കിടപ്പിലായതോട് എന്തൊരു കഷ്ടപ്പെട്ട അവസ്ഥയിലാന്ന് അറിയാൻ. അണ്ണാ തൊട്ട് ആ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം കണ്ടു. ആ ആൽമരം കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരും. അതുപോലെ തണലായിരുന്നു അച്ഛൻ ഞങ്ങൾക്ക്. ആ അച്ഛനാണ് ഇപ്പൊ വയ്യാതായത്. ചേട്ടാ, ആ നിൽക്കണ മരം കണ്ടോ? വലിയ മരം കണ്ടോ? ആ നിൽക്കണ അത് കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരുമല്ലോ. അവിടെ മരമൊന്നും ഇല്ലല്ലോ. അതിന് എനിക്ക് അച്ഛനില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നിന്നോണ്ട് കാര്യമില്ല. വീട്ടിൽ പോ. പോത്തില്ലേ? എന്ന് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥയുണ്ടോ? പോത്തില്ല. എനിക്ക് ഇതിനിടയ്ക്ക് ഞാനൊരു പ്രേമത്തിൽ ചെന്ന് പെട്ടിയ. അത് പറ. അങ്ങനെ ഇവനെ ഒളിച്ചോടി അങ്ങാണ്ടാവൻ. അന്ന സമാധാനിക്ക്. പതുക്കെ പതുക്കെ വരും. സത്യം നമുക്ക് അറിയാൻ പറ്റും. അവൻ പറയട്ടെ, അവന് ഉള്ളു തുറക്കട്ടെ. ചെന്ന് പെട്ടിട്ടേ 4-5 വർഷമായിട്ട് ഞങ്ങൾ നല്ല പ്രേമമായിരുന്നേ. ഞാൻ അവക്ക് എല്ലാം കൊടുത്തു. എന്റെ പൈസ കൊടുത്തു, എന്റെ സമയം കൊടുത്തു. എത്ര രൂപയുടെ പെട്രോൾ ഞാൻ അടിച്ചു തീർത്തിട്ടുണ്ടെന്ന് അറിയാം എന്റെ ബൈക്കിൽ കറങ്ങാനായിട്ട്. അവസാനം അവൾ എന്നെ തേച്ചിട്ട് വേറൊരുത്തന്റെ കൂടെ പോയി. ആണോ? അവിടെ പേരെന്തുവാ? അവള് നീറ്റ. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് അവളെ നീറ്റാന്നാണോ നീ പറയുന്നത്? അവൾ അഴുക്ക. അവള് കൊള്ളത്തില്ല. അവള് നീറ്റാന്നല്ല, അനീറ്റ. നീ എണ്ണീറ്റ എന്റെ മുട്ടിനെ ഇറക്കി അടിച്ചു പിടിക്കും. അനീറ്റാണെന്നു. അവിടെ പേരാണ് അനീറ്റ. ഇത്തരം പേരെന്താ? അവനെ എന്താ പറ്റിയത്? സത്യം പറ. നീ വന്നേ. ഇവിടെ നമ്മള് 2 പേരേ ഉള്ളൂ. നമ്മൾ 3 പേരില്ലേ? വേറെ ആളോടും പറയരുത്. ഞാൻ സത്യത്തിൽ ഇറങ്ങിപ്പോരാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് പറ. അടിപ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിലും നാട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. എന്തോ അടി ഉണ്ടെങ്കിൽ എന്ത് പറഞ്ഞു? അതൊരു കഥയാ ചേട്ടാ. ഞാനേ എന്നും രാവിലെ വെളുക്കാനായിട്ട് മുഖത്ത് ക്രീം തേക്കുവേ. അതിപ്പോ നീ തേച്ചില്ലേലും നേരം വെളുക്കത്തില്ലയോ? വെളുപ്പിന് ഒരു 5-5:30 ആകുമ്പോ നേരം അങ്ങ് വെളുക്കും. ഈ നേരം വെളുക്കാൻ വേണ്ടി ക്രീം തേക്കുന്നില്ല, പിന്നെ എന്റെ മുഖം വെളുക്കാൻ വേണ്ടി ക്രീം തേക്കും. അങ്ങനെ തേച്ച് വെളുപ്പിച്ചതാ ഈ സൈഡ്. ഇത്ര അങ്ങനെ ക്രീം ഈ പകുതി എന്തുകൂടാ ഇത്? അത് കമ്പനിക്കാർ പറഞ്ഞ. എന്തോന്ന്? കമ്പനിക്കാർ പറഞ്ഞ് 7 ദിവസം കൊണ്ട് പകുതി ക്രീം തേക്കണം. പിന്നെ ഒരു 7 ദിവസം ഗ്യാപ്പ് വരുമ്പോ ബാക്കി പകുതി ക്രീം തേക്കണം. അന്നേരം നല്ലപോലെ വെളുക്കുന്നു. നോക്കട്ടെ. എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെ എന്നെ പൊന്നു കൊച്ച, ഇത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന അല്ല. ഈ പകുതി ക്രീം നിന്റെ മുഖത്ത് മുഴുവൻ 7 ദിവസം തേക്കണം. ഇതിനകത്തുനിന്ന് പകുതി ക്രീം എടുത്ത് തേക്കണം. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയാൽ ബാക്കി പകുതി തേച്ച് വെളുപ്പിക്കണം. അല്ലാതെ പകുതി തേച്ച് വെളുപ്പിക്കാനല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാനതല്ലടാ, യവനെ കണ്ടപ്പോ ഞാൻ ഇവനെ എന്റെ റോഡ് ഷോയുടെ അർദ്ധനാരീശ്വരം കഴിഞ്ഞ് വരുവാന്ന് ഓർത്ത് ഞാൻ ഇരിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തോരം ആട്ടെ, ഞാൻ 7 ദിവസം ഇത് തേച്ചു. എന്റെ പകുതി മുഖം വെളുത്തു. 7 ദിവസം ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ഞാൻ ഇരുന്നു. മിനിഞ്ഞാന്ന് രാവിലെ ഞാൻ ഈ ഡപ്പ തുറന്ന് നോക്കിയപ്പം ഇതിനകത്ത് ക്രീം ഇല്ല. ഞാൻ നോക്കിയപ്പോഴേ ഇതിനകത്ത് ഇരുന്ന ക്രീം മൊത്തം ഞങ്ങളുടെ മുറ്റത്ത് കൊടഞ്ഞ് കളഞ്ഞേക്കുന്നു. അങ്ങനെ എന്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ച ക്രീം കളഞ്ഞവനെ ഞാൻ തല്ലി. അതെ അതെ, കയ്യും കാലും ഓടിച്ചു. അല്ല, അതിന് ഞാൻ നിന്റെ കൂടെ. അവനെ ഞാൻ ചോദിക്കട്ടെ, അവനെ റോഡിൽ ഇറക്കി തരാമെങ്കിൽ ലോറി കയറ്റി ഞാൻ കൊന്നു കയറ്റി. കഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനം അത് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ തല്ലുന്നോണ്ട് ഒരു തെറ്റും. അത് ഞാൻ നിന്റെ ഭാഗത്താ ന്യായം. ഇവൻ ആരാന്നെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരാം. ആരാവൻ? പുളിമുട്ടിൽ പ്രഭാകരൻ. അത് ഏതാവൻ? എന്റെ അച്ഛൻ. വെളുക്കാനുള്ള ക്രീം മേടിച്ചു കൊടുക്കാത്തതിന് സ്വന്തം തന്തര കൈയും കാര്യം തല്ലി കൊടുത്തിട്ട് ആദ്യം പറഞ്ഞില്ലേ അച്ഛൻ ആക്സിഡന്റ്. ആക്സിഡന്റ് അല്ല, പിന്നെ ഞാൻ ഓടിച്ചതാണെന്ന്. പിന്നെ തല്ലി ഓടിക്കാൻ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ക്രീം അയാൾ കളയാൻ പോയതില്ല. ഞാൻ തല്ലി ഓടിക്കും. സ്വന്തം തന്തൻ തല്ലിയവനൊക്കെ എന്റെ കണ്ണു മുന്നിൽ ദൈവമേ, ആ ചെറുക്കനെ കൊന്ന് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോണേ? നിങ്ങൾ ജയിലിൽ പോകുന്നത്? പാട്ടിന് പോട്ടെ.
എടാ അവനെ ജനിപ്പിച്ച അവന്റെ അച്ഛനെ ക്രീം മേടിച്ചു കൊടുത്തിട്ട് കൈയും കാലും തല്ലി ഓടിച്ച എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ കൈ അവന് പുറത്തു വിടാം അവൻ ചത്തു പോകത്തില്ലേ? അവിടെ കൂട്ടിയല്ല അവിടെ ഇട്ട് കഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇവന് എപ്പോ എതിർത്ത് ഭാഗ്യ വെച്ച് നടന്നില്ല. എന്ത് എവിടുന്ന ഒരു 5 കിലോടെ തട്ടിയെടുത്ത് അടിച്ചു തന്നു. ഇരുവന്റെ കട്ടിയുണ്ട് വേണോ നിനക്ക്? ഇരുവന്റെ കട്ടിയുണ്ട് ക്യാമറ ഓഫ് ചെയ്യടാ. എന്തിനാ ക്യാമറ ഓൺ ആക്കി വെച്ചത്? കണ്ടിട്ടില്ലടാ? ക്യാമറ ഓഫ് ചെയ്യടാ. മൊബൈൽ ഷൂട്ട് ചെയ്യട്ടെ. അതിനെന്താ അവര് മൊബൈൽ ഷൂട്ട് ചെയ്യട്ടെ. ഇത് കണ്ടിട്ടില്ല. എടുക്കടാ. ഉള്ള സ്ക്രീൻ സ്പേസ് കളയാത്ര ഇരിക്കാം. പ്രേമി കേറിയില്ല അല്ല പൈസ കിട്ടത്തില്ല. നീ ഇവിടെ കേറിയില്ല. നീ അടിക്കോളാം. ഞാൻ വിളിക്കും. അടിക്കോ നീ. എന്റെ ക്രീം എടുത്തെന്തിനാ? ഇതാടാ കട്ടാടാ. എന്റെ ക്രീം എടുത്തു. കട്ടാടാ. തൂക്കം ക്ലിയർ ആയി. തൂക്കം ക്ലിയർ ആയി. ഇനി എന്റെ ചങ്കരി കൊണ്ടാലും തന്തയും തള്ളയും തല്ലുന്നവനെ ഞാൻ വെറുതെ പെടത്തില്ല. പോലീസിനെ വിളിക്കണ്ട, ആരെയും വിളിക്കണ്ട. ഇവര് ഞാൻ നിന്റെ പ്രായത്തിലുള്ള ഒരു എന്റെ വീട്ടിലുണ്ട്. അവനാ ഇത് കാണിച്ചെങ്കിൽ വലിച്ചു കീറിയനെ കേട്ടോ. ഇടിച്ചാ ഓടാതെ പിടിയാ. ഞാൻ പിടിച്ചോളാം. നിന്റെ വെള്ളത്തിലാണ് അതിന്റെ ഇടാ കൂടെ. എന്തുവാണ് ഈ കാര്യം? ചേട്ടാ നിങ്ങളിത് എവിടെയാണ്? എടി നിനക്ക് വണ്ടി എടുത്തോണ്ട് ഇറങ്ങുമ്പോ തന്നെ എന്തോനാ വിളിക്കുന്നേ? ഞാൻ എത്ര നേരം വിളിക്കണം, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? എടി വണ്ടി ഓടിച്ചോണ്ടിരിക്കാൻ ഞാൻ അങ്ങോട്ട് വരത്തില്ല തിരിച്ച്. ആ വീട്ടിലേക്ക് വരുമ്പോഴേ അച്ചുമോന് മുഖത്ത് തേക്കാൻ ആ വെളുക്കണ ക്രീം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അവന്റെ ഒരു ക്രീമിന്റെ കേസ് വേറെ ഇവിടെ നടന്നോണ്ടിരിക്കുക. അവൻ എന്തോ ഈ പ്രായത്തിൽ ക്രീം ഉള്ള വെളുപ്പകമായി അവന്റെ കൈയും കാര്യം ഞാൻ തല്ലി അവനോട് പറ. നിങ്ങൾ ആ വെളുക്കണ ക്രീം ഇങ്ങോട്ട് മേടിച്ചിട്ടോന്നില്ലെങ്കിലല്ല ആ ചെറുക്കൻ നിങ്ങളുടെ തലവലി പൊളിക്കൊന്നും പറഞ്ഞ് മുട്ടൻ പടിയും കൊണ്ട് ഇവിടെ നട്ടപ്പാതിരൊക്കെ ഇവിടെ വാദിക്കാൻ നോക്കിയിരിക്കണേ. എങ്ങനെ? ആദ്യം അവനോട് വടി മാറ്റാൻ പറ. വടി മാറ്റിയിട്ട് ഈ ലോഡ് ഇറക്കി ഒരു ലോഡ് തിരിച്ച് വെളുക്കാനുള്ള അവനോട് പറയട്ടോ. പറയാം. ആ ശരി. എന്തോ നാച്ചവാന്ന് പറ. ഒരു മുഖം വെളുക്കാനുള്ള ക്രീം കാറാൻ തത്തേ തള്ളേ തല്ലുകൂടി ആകാൻ പോകും. ഞങ്ങൾക്ക് യൂണിയനൊക്കെ ഉണ്ട്. ഉണ്ടോ? പക്ഷെ വേറെ കേസുണ്ടാ. എന്താ? ഇതിനൊന്നും ഇവനെയോ ഇവന്മാരെ പോലുള്ളവന്മാരെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ആരെ പറയണം? നിന്നെയൊക്കെ ജനിപ്പിച്ചിട്ട് ഭക്ഷണവും തന്ന് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഇത്ര ആക്കിയില്ലേ? അങ്ങനെയുള്ള തന്തേ തള്ളന്മാരെ പറഞ്ഞാൽ മതി, എന്നെ ഉൾപ്പെടെ. ശ്യാമേ, രാജേഷേ, അജേഷേ, ഓ ഗംഭീരമായിരുന്നട്ടാ. നമുക്ക് ഇവരോട് ആദ്യം ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. നസീർക്ക എങ്ങനെയാണ്? തകർപ്പനായിരുന്ന? നല്ല രസമുള്ളൊരു സ്കിറ്റായിരുന്നു കേട്ടോ. ശ്യാമ നല്ല ഒരു ഡ്രൈവറായിട്ട് തന്നെ നല്ല ലുക്കാണ് കേട്ടോ. ഈ തമിഴ്നാട്ടിലേക്ക് ലോറിയിൽ ലോഡും ഒക്കെ ആയിട്ട് പോകുന്ന അത് വാളയാർ വന്ന് നിർത്തുന്ന നല്ല ഉഗ്രൻ ഒരു ഡ്രൈവർ. ശംഖുമുഖത്ത് നല്ല ലോഡും കയറ്റി വന്നത്. അവിടെ എവിടെ റബ്ബർ ഉള്ളത്? അല്ല, വേറൊരു ടീം അവിടുന്ന് ലോറിയിൽ അവിടെ ഇറക്കി. അവിടുന്ന് എനിക്ക് അടുത്ത ലോഡ് വന്നു. കോട്ടയത്ത് നിന്ന് അവിടെ കൊണ്ടിറങ്ങി. കാരണം ആ വണ്ടി കാരണം അവിടെ പഞ്ചറായിട്ട് കംപ്ലൈന്റ്. കാര്യം അതാ എളുപ്പം. കാര്യം കോട്ടയത്ത് നിന്ന് ശംഖുമുഖത്ത് കൊണ്ട് റബ്ബർ നിനക്ക് കൊണ്ട് തന്നേച്ച് അവിടെ നിന്ന് നീ അത് നേരെ പാലക്കാട് വഴി വാളയാർ വരുന്നു. അല്ല, തമിഴ്നാട് പോവാ. ആദ്യം അവനെയാണോ അടിക്കേണ്ടോ നിന്നെയാണോ അടിക്കേണ്ടത്? അല്ലല്ല, എനിക്ക് അറിഞ്ഞൂടാ. മോലാളി വിളിച്ചെന്ന ലോഡാ. സൂപ്പർ സൂപ്പർ സൂപ്പർ, മറുപടി സൂപ്പർ. നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുന്നോണ്ടാണ്. പോട്ടെ, നല്ല ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. നല്ല ഫീലായിരുന്നു. മൊത്തം ബാക്ക്ഗ്രൗണ്ടും ആ കടയും ആ കട നടത്തിപ്പുകാരനും ഇവന്റെ ആഹാരം കഴി ഈ പറഞ്ഞ പോലെ പുഴുവൊന്നും അല്ലത്. വേറെ എന്തോ ഒരു ജീവി അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. നല്ല രസമാണ്. നിങ്ങളുടെ സ്കിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങളുടെ എനർജി തന്നെയാണ് ആ സ്കിറ്റിന്റെ ഏറ്റവും വലിയ പവർ. നിങ്ങളുടെ എത്ര ചിരിക്കാനില്ലാത്ത സ്കിറ്റാണെങ്കിൽ നിങ്ങൾ കളിച്ച് അതൊരു വേറെ ലെവലിൽ കൊണ്ടിരിക്കുക. അത്രയ്ക്ക് ഫാസ്റ്റും അത്രയ്ക്ക് ടെമ്പോയും ആണ് നിങ്ങളുടെ കളിക്കുള്ളത്. ചിരിയുടെ അംശം കുറവാണെങ്കിൽ കളിച്ച് ലെവലിൽ കയറ്റി ആ സാധനം ഒന്ന് പിടിച്ചെടുക്കാമെന്ന് ചില ടീമുകൾക്കറിയാം. അങ്ങനെ ഒരു ടീമാണ് ശ്യാമിൻ്റെ ടീം. നല്ല ടെമ്പോയിലുള്ള കളിയാണ്. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ തീർന്ന ക്ലൈമാക്സും അടിച്ചെടുത്തിട്ട് ഒരു ശ്വാസം മുട്ടിയ ഒരു നിപ്പുണ്ടല്ലോ, ആ നിപ്പിലറിയാം എന്തോരം മസിൽ പിടിച്ചാണ് ഈ സാധനം തുടക്കം തൊട്ട് അവസാനം വരെ കൊണ്ട് എത്തിക്കുന്നത്. എന്തായാലും ഗംഭീരമായിട്ടോ. ആരെയാണ് പുറകോട്ട് നിർത്തേണ്ടത്, ആരെയാണ് മുമ്പോട്ട് നിർത്തേണ്ടതെന്ന് പറയാൻ പറ്റാത്തൊരു സ്കിറ്റായിരുന്നു. നല്ല രീതിയിൽ 3 പേരും അവതരിപ്പിച്ചു. ഓൾ ദ ബെസ്റ്റ്. ഗംഭീര സാധനം. ഓക്കെ, പ്രസാദ മഹാരാജി. അല്ല നസീറെ, ശ്യാം കൃത്യമായിട്ട് പറഞ്ഞല്ലോ, റബ്ബർ പുള്ളിക്ക് അറിയില്ല, പുള്ളി വെറും ഡ്രൈവറാ. അപ്പൊ എവിടെ നിന്നാണ് മുതലാളി വന്നതെന്ന് അറിയാൻ പാടില്ല. അത് അംഗീകരിച്ചു, നമ്മളത് വരവച്ചു. അല്ല, ഇത് ഞാൻ ഓടിക്കുന്ന ലോറി അല്ല, എന്റെ വേറെ ലോറിയാ. വേലായുധ എന്ന് പറയുന്ന ലോറിയാ. ഇത് വേറെയാ. ഡ്രൈവർ ഇല്ലാത്തോണ്ട് എന്നോട് ചങ്ങോന്തി എല്ലാം. അത് തുടക്കത്തിൽ ഒരു ഡൗട്ട് എനിക്ക് വന്നായിരുന്നു. നീ സാധാരണ വേലായുധമാണല്ലോ ഓടിക്കുന്നത്. ഡൗട്ട് എനിക്ക് വന്നായിരുന്നു. ഡ്രൈവർ അവനോട് എന്ത് വെച്ചിട്ടും കാര്യമില്ല, ഒത്തിരി ഉണ്ടാവും. അല്ല, അതാണ് അവിടെ ചമ്മലില്ലാതെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു എന്നുള്ളത് തന്നെ ഒരു അഡീഷണൽ ഒരു പോയിന്റാണ് കേട്ടോ.
രാജേഷ് തട്ടുകട നടത്താൻ പറ്റിയ ആള് തന്നെയാണ്. ഗംഭീരമാണ് കേട്ടാ. പിന്നെ നിങ്ങളുടെ ആ എനർജി കണ്ടിട്ടെ ഞങ്ങൾക്ക് പേടിയാവണം, എനിക്കൊക്കെ ശ്വാസം മുട്ടണ്. കാരണം ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ അവസാനത്തെ ആ ഫൈറ്റ് കണ്ടിട്ട് എന്തൊരു പവറായിരുന്നു ആ സാധനത്തിന്. എന്ന് ഡയലോഗ് തെറ്റുന്നുണ്ടോ? തെറ്റുന്നുമില്ല. എന്ത് പെട്ടെന്ന് ടക 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 എന്ന് പറഞ്ഞ ഡയലോഗ് വരുന്ന അസാമാന്യ പ്രൊഫഷണലിസമാണ് കേട്ടോ. അല്ലാതെ അതങ്ങനെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കേട്ടോ. അതിന് പ്രത്യേക ഒരു കയ്യടി, എല്ലാവരും ഗംഭീരമായിട്ടൊരു കയ്യടി അവർക്ക് കൊടുക്കണം. പിന്നെ അവസാനം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ബാക്കി കൃത്യമായിട്ട് നസീർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള കൗണ്ടേഴ്സ് ആയിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമാക്കുക. ഇതൊട്ട് മോശമായി എന്നല്ല പറയുന്നത്. കുറേയും കൂടെയൊക്കെ കൗണ്ടറും കുറേ കോമഡിയും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് എത്ര കണ്ടാലും എത്ര കേട്ടാലും മതിയാവില്ലല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗംഭീരമായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഗംഭീര സ്കിറ്റായിരുന്നു. കാരണം നിങ്ങളുടെ ആത്മാർത്ഥതയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൈയ്യടി തരേണ്ട ഒരു കാര്യം. എന്തൊക്കെ ഐറ്റം ചെയ്തിട്ടുണ്ടോ അതിനകത്തൊക്കെ ഒരു ആത്മാർത്ഥത എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ ഫ്ലോറിന് വേണ്ടത് എന്താണോ അത് വേണം. നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ എന്താണ് വേണ്ടത് അത് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എന്താ വേണ്ടത്. കാരണം നമ്മൾ കോമഡി ചെയ്തിട്ട് ഈ പ്രോഗ്രാം മാത്രമല്ലോ, നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ എന്താ ഒരു ഡെസ്റ്റിനേഷൻ എന്താണ്, അതിലേക്കൊക്കെ എത്തണമെങ്കിൽ നമ്മളിത് ചെയ്യണം. ആ ഒരു ഗ്രാഹ്യമുള്ള ടീമുകളിൽ പെടുന്ന ഒരു ടീമാണ് ഷാമിൻ്റെയൊക്കെ. ഇപ്പം ഈ സ്കിറ്റ് കളിച്ചിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരു കട്ട് വന്നിട്ടില്ല. ഈ കട്ട് വരാത്തത് കൊണ്ട് നമ്മൾ ഈ റേഞ്ച് ഇങ്ങനെ കൂടിക്കൂടി പോയിട്ട് അവസാനം എന്തെങ്കിലും തട്ടിലും മുട്ടിലും അവസാനിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് അല്ലായിരുന്നു. ഇതൊരു ഭയങ്കര ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ പറഞ്ഞു തമാശയിലേക്ക് വരുമ്പോൾ ഒരുപാട് തമാശകൾ. ഈ തമാശകൾ എന്താണെന്ന് ഇല്ലാത്ത എവിടെയാണെന്ന് മാത്രം നോക്കി ചെയ്യുക. എനിക്ക് തോന്നുന്നു അജേഷും ഈ പറഞ്ഞു വിട്ട് ഷഫിൾ ചെയ്ത് കളിക്കുമ്പോൾ കുറേ നാളായി നിങ്ങൾ തമ്മിൽ അല്ലേ കോമ്പിനേഷൻ ആയിട്ട്. പക്ഷേ എന്താ രസം, എല്ലാ ദിവസവും കാണുന്ന എല്ലാ ദിവസവും കളിക്കുന്ന ആളുകളെ പോലെയാണ്. രാജേഷ് ഒരു രക്ഷയിലട്ടോ. രാജേഷേ ഉഗ്രനായിരുന്നു. 3 പൊട്ടൊക്കെ തൊട്ടിട്ട് ഭയങ്കര രസമായിരുന്നു. തമാശകൾ എടുത്ത് പറഞ്ഞാൽ കുറേ നേരം പിടിക്കും. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. കിട്ടില്ല. താങ്ക് യു. ഓ താങ്ക് യു. ഇനി നമുക്ക് മാർക്കിലേക്ക് പോകാം അല്ലേ? ഞാൻ തന്നെ ആദ്യം കൊടുക്കാം. ഓക്കെ, ഞാനൊരു 20,000 രൂപ എങ്ങനെ തരിക? താങ്ക് യു. അപ്പം ഞാനല്ലേ അടുത്ത് കൊടുക്കേണ്ടത്? കൊടുത്തു. ഞാൻ 1000 രൂപയും കൂട്ടി 21,000 രൂപ വരും. അപ്പം ടോട്ടൽ 41 ആയിട്ടുണ്ട്. ഇനി പ്രസാദ് ഏട്ടൻ്റെ ഞാൻ അവിടെ തരാം. അജേഷ് പറ. ടീം ഒന്ന് മാറി കളിക്കുമ്പേ അജേഷിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അല്ലേ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമല്ല. എനിക്കിവിടെ പലപ്പോഴും ടീം മാറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നേരം എല്ലാം നമുക്ക് ഈ സമയപരിധി മൂലം ചിലപ്പോ അവരുമായിട്ട് ഈ റിഹേഴ്സലിനൊക്കെ സമയം തികയാതെ വരാറുണ്ട്. ഇതിന് നന്നായിട്ട് റിഹേഴ്സൽ കിട്ടിയിരുന്ന ഇതിന് റിഹേഴ്സൽ കിട്ടിയിരുന്നു. തന്നല്ല ഞങ്ങള് കണ്ടന്റ് ഒക്കെ നേരത്തെ പറഞ്ഞ് റൂട്ടും കാര്യങ്ങളും ഒക്കെ നേരത്തെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ നേരത്തെ കളിച്ചിട്ടുണ്ട്. 2 വർഷത്തോളം കോമഡി ഉത്സവത്തിൽ ഞങ്ങളൊരു കോമ്പിനേഷൻ ഒരു ടീമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സാധനം കിടപ്പുണ്ട്. ഒരു ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് അപ്പൊ അത് കൂടുതൽ ഈ സ്കിറ്റിന് വേണ്ടി ഉപകരിച്ചു. രാജേട്ടനുമായിട്ട് ഫസ്റ്റ് ടൈമാണ്. നല്ല സപ്പോർട്ടാണ് രാജേട്ടൻ. അല്ല, ഒരു ദിവസമേ അജേഷും രാജേഷും മനോജും കൂടി ഒരു സ്കിറ്റ് ചെയ്യണം. ഗംഭീരമായിരിക്കും. അടിച്ചു പൊളിക്കും. ഞങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കാമല്ലോ. ഓക്കെ, ഇപ്പൊ ഇവന് ഓൾറെഡി ഇന്നലെ 2 സ്കിറ്റ് ഉണ്ടായിരുന്നു. അല്ല 2 സ്കിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് നമുക്ക് പലപ്പോഴും ഗ്രൂമിങ് ടൈമിൽ പോലും ഇപ്പം നമ്മൾ മറ്റേത് നോക്കിയിട്ടായിരിക്കുമല്ലോ ഇവൻ ഫ്രീ ആയി വരുന്ന സമയം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ക്ലാഷുകൾ ഉണ്ടായിരുന്നു. എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് ഉള്ള സമയത്ത് ഇവൻ വരും. ആ ഒരു അരമണി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പ്ലാനിങ് നടത്തുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെയാണ്. അപ്പോൾ ഒരു സറ്റയർ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതെങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ദൈവാനുഗ്രഹിച്ച് കുഴപ്പമില്ല വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. രാജേഷ് ഒരു കാര്യം കൂടെ പറഞ്ഞു. രാജേഷ് മറ്റേ ആദ്യത്തെ ആ ദിലീപേട്ടന്റെയും മറ്റേ ബാബുച്ചേട്ടൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ നിനക്ക്. കലാശാല ബാബുച്ചേട്ടനെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അനുകരിക്കുന്ന ഒരാളിൽപ്പെട്ടാണ് രാജേഷ് അല്ലേ? അത് അനുകരിച്ച ഗംഭീര സാധനമായിരുന്നു കേട്ടോ. അല്ല, അത് ഇപ്പം തിരുവമ്പാടിക്ക് ചെറിയ ത്രോട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വോയിസ് ഈ കലാശാല ബാബുസാറിന്റെ വോയിസ് ചെയ്ത് നമ്മുടെ അഭിലാഷ് മല്ലിശ്ശേരിയാണ്. അഭിലാഷാണോ? അതെ അതെ രാജേഷ് ചെയ്യും. ശ്രീജിത്ത് പേരാമ്പ്ര ആണ് ദിലീപേട്ടന്റെ വോയിസ് ചെയ്തത്. ശ്രീജിത്ത് പേരാമ്പ്രയാണ്. അവൻ ഓൾറെഡി കമ്പനിയിൽ ഓഫീസിലായിരുന്നു, വർക്കിലാണ്. ഞാൻ ഇതുപോലെ അത്യാവശ്യ ആളെ ഒന്നിട്ട് തരാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് നമുക്ക് വേണ്ടിയിട്ട് രാജേഷ് പറ. അല്ല, എപ്പോഴും ഈ കണ്ടന്റ് പിടിക്കുന്നൊരു കാര്യത്തിലാണ് നമുക്കൊരു എപ്പോഴും സംശയം വരുന്നത്. കാര്യം കണ്ടന്റ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഴുതി തുടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് ഞങ്ങൾ എഴുതുന്നത്. അപ്പം ശരിക്കും അജീഷ് വന്നു കഴിഞ്ഞപ്പം നമുക്ക് ആ ഒരു കാര്യത്തിന് കുറച്ചും കൂടി ഫ്രീ ആയിട്ടൊന്ന് എഴുതാൻ പറ്റും. കുറച്ച് പടപടയെന്നും പറഞ്ഞ് നമുക്ക്
കൗണ്ടർ ഉണ്ടാക്കാൻ പറ്റി. ഏത് സ്കിറ്റ് നമ്മൾ കളിച്ചാലും അത് ഏത് രീതിയിൽ അവിടെ ഓഡിയൻസ് ഇരുന്നാലും അല്ലെങ്കിൽ എങ്ങിരുന്നാലും ഞങ്ങൾ കളിക്കേണ്ട പവറിൽ 1% പോലും കുറയ്ക്കരുതെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് അങ്ങനെ തന്നെ കളിക്കുന്നത് ഞങ്ങൾ. അതിപ്പോൾ എന്ത് റിസൾട്ട് ആണെങ്കിലും അത് നമ്മളത് പറഞ്ഞുകൊണ്ട് ചില സ്കിറ്റുകൾ നമ്മൾ ഈ പറഞ്ഞ സമയപരിധി കൊണ്ട് നമുക്ക് ഇത് അത്രത്തോളം പോരാ എന്ന് തോന്നുന്ന സ്കിറ്റുകൾ വരെ നമ്മൾ അവിടുന്ന് കയറുമ്പോൾ അല്ലെ പ്രെയർ ചെയ്യുമ്പോൾ പറയുന്നത് എനിക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ തല വെട്ടു എന്ന് പറഞ്ഞാലും പവർ കളയണം, നല്ല പവർ കളിച്ചോ എന്ന് പറഞ്ഞാൽ കളി. അതിൻ്റെ ഒരു ഗുണം ദൈവാധീനം. രാജേഷിനെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ വെച്ചാൽ രാജേഷ് പല വേദികളിലും പല ഫ്ലോറുകളിലും ഇതുപോലത്തെ വലിയ ഫ്ലോറിലൊക്കെ കളിച്ച് നല്ല പരിചയമുള്ള ആളാണ് രണ്ടുപേരും. പക്ഷേ ഈ എനിക്ക് തോന്നുന്നു രാജേഷിന്റെ ഈ ആ ഒരു പെർഫോമൻസിൽ എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടിയേക്കണത്. ഞാനിരിക്കുന്നതൊക്കെ രാജേഷ് ഒരുപാട് കളിച്ചിട്ടുണ്ട്. കുറെ ക്യാരക്ടർ രാജേഷിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ. നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. രാജേഷിന്റെ സിനിമയിലുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. തീർച്ചയായിട്ടും അതിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു ഹൈലൈറ്റ് അതും കൂടെ പറഞ്ഞു നിർത്താം. അജേഷ് എന്തിനാണോ അവിടെ നിന്ന് വഴക്കിട്ടത് അതേ ഇഷ്യൂ തന്നെ അവസാനം പുള്ളിക്ക് വന്നു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റിന്റെ ത്രെഡ്. അതല്ല, ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇങ്ങനെ ക്രീം ഒളിപ്പിച്ചു വെച്ചതിനൊരു അമ്മയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ പെട്ടെന്ന് ഈ കണ്ടന്റിലേക്ക് എടുത്ത് ചെയ്തത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ അജേഷും ഒട്ടും മോശമല്ല കേട്ടോ, ടെമ്പോയുടെ കാര്യത്തിൽ. അതെ, തീർച്ചയായിട്ടും. സ്കിറ്റ് പൊളിഞ്ഞാലും ആളിയെ നിന്ന് അവിടെ കളിച്ച് അതിന്റെ ഫൈനൽ എത്തിയിട്ട് ഇറങ്ങുള്ളൂ, അത് വേറെ കാര്യം. അപ്പം ഇതിലും ഗംഭീരമായിട്ട് ഇനിയും വരിക. ഓക്കെ, എന്നാ ഇങ്ങ് പോന്നോളൂ. അപ്പൊ അടുത്ത ടീം റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതെ. ആരൊക്കെയാണെന്നാ? ശ്രീജു, കൊച്ചു പ്രദീപ് ആൻഡ് സൂര്യശ്രീ. അതിനല്ല ഞാൻ സാറിന്റെ കൂടെ അവിടെ നിന്നല്ലേ വന്നത്. ചത്തവനൊക്കെ അങ്ങ് ചത്താ മതി. എന്നെ ഇങ്ങനെ വിളിച്ച് പ്രഷർ കയറ്റാൻ. ഹലോ സാർ. ഹലോ എന്തായിടോ കനാലിന്ന് ഇതുവരെ ബോഡി എടുത്തില്ലേ? സാറേ, ബോഡി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കനാലെന്ന് പറഞ്ഞാൽ ഭയങ്കര അഴുക്ക് മാലിന്യം പിടിച്ചൊരു കനാലാണ്. അവിടുത്തെ ബോഡി എടുക്കുന്ന ഒരാളുടെ വീട്ടിൽ ഞാനും സിന്ധുവും കൂടെ വന്ന് നിപ്പുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവുമോ? എത്രയും പെട്ടെന്ന് ആ കനാലിന്ന് ആ ബോഡി എടുക്കാൻ നോക്ക്. എനിക്ക് നല്ല പ്രഷർ ഉണ്ട് സാറേ. എനിക്കത് മനസ്സിലാവും സാറേ. സാർ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ആ ബോഡി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി സാറിന് റിപ്പോർട്ട് തരാം സാർ. ഓക്കെ പെട്ടെന്ന് ബോഡി എടുക്കാൻ നോക്കൂ. ഓക്കെ സാർ. ശരി. പുള്ളിക്ക് നല്ല പ്രഷർ ഉണ്ടെന്ന്. പുള്ളിക്ക് പ്രഷർ മാത്രമല്ല, എന്നെ കാണുമ്പോൾ ചെറിയ പഞ്ചാരയുണ്ട്. അതും ഒരു വിഷയം തന്നെ ഇവിടുത്തെ. പക്ഷെ നമ്മൾ വന്ന കാര്യം നടക്കും തോന്നില്ല സാറേ. വീട് പൂട്ടി കിടക്കുക. ഇവിടെ പോയി കിടക്കുന്നതാണ്. എന്നാലും എന്തൊരു വീടാ സാറേ അവന്റെ. ലൈഫിന്റെ വീടാ. സാറിന് എങ്ങനെ മനസ്സിലായി? ലൈഫിലെ ഇങ്ങനെ ഒരു വീട് വയ്ക്കൂ. പിന്നെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാറ് വിളിച്ച എങ്ങനെ കിട്ടാനാ? കുറെ നേരം കൊണ്ട് സാറ് ട്രൈ ചെയ്യൂല്ലോ. നമ്പർ ഇങ്ങോട്ട് എടുത്തേ. നമ്പർ തരാം 98 46 44 44. സാറ് ബെല്ലുണ്ട് കേട്ടോ. ഹലോ എവിടാടാ നീ? ഞാൻ ജംഗ്ഷനില്ല. ഞങ്ങളെ 2 പോലീസുകാർ വന്ന് നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിപ്പോണ്ട്. ആണോ? പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. നിന്നെ കൊണ്ട് ഒരു ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. ശരി. സിന്ധുവിന്റെ വീട് പണി എന്തായി? എന്റെ വീട് ബ്ലോക്കില്ല സാറേ. ബ്ലോക്കിൽ നിന്ന് കിട്ടിയ വീടായിരിക്കും, അതാണ് ബ്ലോക്കിൽ കിടക്കുന്നല്ലേ. സാറിന്റെ ഒരു കാര്യം സാർ. പക്ഷെ സാറേ, എനിക്ക് കുറച്ച് പരാതിയുണ്ട്. സാറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ കിടക്കുന്ന ഒരു കാര്യങ്ങളും സാർ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം 1 ലോറി സ്പിരിറ്റുമായിട്ട് നമ്മുടെ ജംഗ്ഷനിൽ കൂടെ ഒരു വണ്ടി പോയിട്ട് സാർ അറിഞ്ഞു? ആര് പറഞ്ഞു അറിഞ്ഞില്ലെന്ന്? സ്പിരിറ്റ് ലോറി ആയതുകൊണ്ട് ഞാൻ വിട്ട്. വല്ല കുടിവെള്ളമോ മറ്റോ ആയിരുന്നെങ്കിൽ അവനെ പിടിച്ച് വാരിയില് ഞാൻ അടിച്ചു പിടിച്ചേ. പിന്നെ 10 പൈസ എന്റെ നിനക്ക് കടിക്കും സാറേ. ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ സാർ, പിന്നെ എനിക്കൊരു കാര്യമുണ്ട്. അടുത്ത ആഴ്ച എനിക്ക് 1 ദിവസത്തെ ലീവ് വേണം. ലീവ് തരാൻ പറ്റൂല സിന്ധുവിന് ലീവ് തരാൻ പറ്റൂല. എനിക്ക് ലീവ് വേണം. അതെന്തിന്? എന്റെ കല്യാണം നിശ്ചയമാ. ഓഹോ, കോൺസ്റ്റബിൾ ഷിബുവിന്റെ കാശ് ഇനി അവന്റെ വീട്ടിൽ എത്തും. അങ്ങനൊക്കെ പറയുന്നതിനോ സാറേ? അതൊക്കെ പോട്ട്. പയ്യൻ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയക്കാരനാ. പോലീസും കള്ളനും ഒരു വീട്ടില്. അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരെയും കൂടെ അങ്ങനെ അടച്ച് ആക്ഷേപിക്കരുത് സാർ. ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. ഇത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിട്ടൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാ. പാടത്തില്ല, വരയ്ക്കൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയില്ലേ, ആ ജംഗ്ഷനിൽ ചെന്ന് നിന്നപ്പോഴേ ഞാൻ നോക്കിയപ്പോ ഷട്ടറിൽ മോഹൻലാലിനെ വരച്ചു വെച്ചേക്കുന്നു. ആ ബ്രഷ് വെച്ചുള്ള വര കണ്ടത് എനിക്ക് ക്രഷ് അടിച്ചു സാറേ. ഞാൻ ഒരു കാര്യം പറയാം. ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേർക്ക് വരയ്ക്കുന്നവന്മാരുടെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണെന്നറിയാമോ? കാര്യം കാണാൻ വലിയ ഭംഗിയില്ലേ, അവര് വരച്ചത് ക്ലിയർ ചെയ്തോളൂ.
അങ്ങനെ വിഷയം എന്തോ എന്താ സാറേ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. എന്താ സാറേ? കേരളത്തിൽ തൊപ്പി ചേരാത്ത രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് ശിക്കാരി ശംഭു, ഒന്ന് സിന്ധു. വെറുതെ ചിരിപ്പിക്കാതെ എടുത്ത് മാറ്റി. സാറേ അവനെ കാണുന്നില്ലല്ലോ സാറേ. അവനല്ലേ വരുന്നത്? എവിടായിരുന്നോ ഇത്ര നേരം? എന്റെ പൊന്നു വേണം, ഞാനൊരു ഹണി ട്രാപ്പിൽ പെട്ടുപോയി. കൊറേ പോയി കാണുമല്ലോ. അപ്പൊ 150 രൂപ. 150 രൂപ ഹണി ട്രാപ്പോ? ആ തേൻ നിക്കാൻ വന്നൊരു പെണ്ണ് കാട്ടുതേനാന്ന് പറഞ്ഞിട്ട് ചക്കരവെള്ളം തന്നെ പറ്റിച്ചൂതേ. ഹണി ട്രാപ്പ് ആണോടോ? എന്തിനാ വിളിപ്പിച്ച? SI സാർ അവിടെ ചൂടായിട്ട് നിൽക്കും. അങ്ങോട്ട് ചെല്ലു. എന്നാ സാറേ? നീ ഒന്ന് റെഡിയാവും. എന്നെ എക്സ്കർഷന് കൊണ്ടുപോകാൻ പോകണോ? പിന്നെ എന്റെ ഇളയ മോഹനിലെ വലിയ മ്യൂസിയം പറ്റുകൊണ്ട് വന്നിരിക്കുന്ന എക്സ്കർഷൻ കൊണ്ടുപോകാൻ അടിച്ച് നിന്റെ മ്യൂസിയം റൂട്ട് ഞാൻ തിരിക്കും. എന്തോടാ ഇത് ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റിയിട്ട്? റെന്റിനടിച്ച് പിടിച്ചതാ, കളങ്കാവൽ. പക്ഷെ എനിക്കത് അങ്ങോട്ട് കിട്ടിയില്ല. കിട്ടിയില്ലേ? ഇല്ല. എങ്ങനെ കിട്ടാതിരിക്കും? സംഭവം അറിയാമോ? സിഗരറ്റ് ഇല്ല. ഇനി നോക്കിക്കോട്ടോ. മമ്മൂക്കെ പറിച്ചു വെച്ചേക്കുന്നു മമ്മൂക്കെ. ഞാൻ വന്ന് പ്രധാനപ്പെട്ട കാര്യം പറയാം. നമ്മുടെ ജംഗ്ഷനിലെ കനാലില്ലേ, അവിടെ ഒരു ശവം കിടപ്പുണ്ട്. അത് നീ വന്നൊന്ന് എടുത്തു തരണം. എങ്ങനെ? എടാ നമ്മുടെ ജംഗ്ഷനിലെ കനാലില്ലേ, അവിടെ ഒരു ശവം കിടപ്പുണ്ട്. നീ വന്ന് എടുത്തു തരണം. 2 ദിവസത്തെ പഴക്കം എന്തോ ഉണ്ട്. 2 ദിവസം മുമ്പ് പഴക്കമുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. എന്ത് കാര്യം? 2 ദിവസം മുമ്പ് ജംഗ്ഷനിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടാർന്നു. ഒരു ചെറുതടിച്ചുകൊണ്ട് വന്ന എനിക്ക് എന്നെക്കായി നീളത്തിലൊരു പെറ്റി എഴുതി തന്നാർന്നു. അതുകൊണ്ട് ഈ സംഭവം എനിക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് എടുപ്പിച്ചോ. അത് എന്നാ വർത്താനോടാ? അങ്ങനെ പറയലടാ. ഞങ്ങളുടെ പണി പോകുന്ന കേസാ, പ്രത്യേകിച്ച് സാറിന്റെ പണി പോകും. നിങ്ങളുടെ പണി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തട്ടി തിരിച്ചെടുക്കും. നേരത്തെ കംപ്ലൈന്റ് ഇട്ടിട്ട് ഞാൻ ആക്ഷൻ എടുത്തിട്ടില്ല. നീ എടുക്കുന്ന ശവത്തിന്റെ മോതിരം, മാല എല്ലാം അടിച്ചു മാറ്റുന്ന ഒരു പരാതി ഇട്ടിട്ടുണ്ട്. ഞാനത് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നീ അകത്താണ്. ആ കിടക്കുന്ന ശവത്തിന് ഒരു പരാതിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്നാണ് ഇത്ര പരാതി? എന്തോ പറഞ്ഞ് മനസ്സിലാക്ക. ഒരു SIയോടാ നീ സംസാരിക്കുന്ന ഓർമ്മ നിനക്ക് വേണം കേട്ടോ. എല്ലാ ഓർമ്മ എനിക്കുണ്ട്. പക്ഷെ നിങ്ങളാ എഴുതി തന്ന പെറ്റി കൊച്ചു വിച്ചാത്തി പോലെ എന്റെ ചങ്കിനകത്ത് കുത്തി. അതുകൊണ്ട് ഞാൻ വരില്ല. വേറെ ശവം എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ നോക്ക്. വേറെ ശവം എടുക്കുന്ന ആരെങ്കിലും നമ്പർ ഉണ്ടോ? വേറെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ പരിചയമുണ്ട്. അവനല്ലേ ഈ നിൽക്കുന്നത്? അതെ, എനിക്കറിയത്തുള്ളൂ. അതുമല്ല ഇവന്റെ വേറെ ആരെങ്കിലും പരിചയമുണ്ടോ നോക്ക്. വേറെ ആരെങ്കിലും പരിചയമുണ്ടോ? നിനക്ക് വേറെ ആരെങ്കിലും പരിചയമുണ്ടോ? അയ്യോ, വേറൊരാളെ പരിചയമുണ്ട്. ഓക്കെ, ഇതാണ് നമ്പർ. ഞാനിപ്പോ വിളിച്ചാൽ ഞാൻ വരികയും ചെയ്യും. പക്ഷെ ഞാൻ വിളിക്കില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യും. ആവശ്യത്തിന് നീ പ്രതികാരം ചെയ്തോ? എല്ലാ ഒരു സാറേ, നിങ്ങൾ വിളിക്കുന്നത് എന്നെ സർക്കസ് കാണിച്ചാലും എനിക്ക് വരാൻ പറ്റില്ല. ഓ സിന്ധു, എന്താ സാറേ? എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ സാറേ. പാന്റ് ശകലം ഒന്ന് പൊക്കിക്ക്. എന്താ പൊക്ക്? അങ്ങനെ പൊക്കി സാറ് തന്നെ വെള്ളത്തിലോട്ടങ്ങ് ഇറങ്ങും സാറേ. പണി പോകുന്ന കേസാ. സിന്ധു വിചാരിച്ചാ നടക്കും. ഞാൻ ഇറങ്ങാനോ വെള്ളത്തിനകത്ത്? നീ ഇറങ്ങുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത്? സിന്ധു, നീ ചെന്ന് അവനൊന്ന് അനുനയിപ്പിച്ചോണ്ട് വാ. അവനെ പോലീസുകാർക്ക് ഒരു വിലയും തരാത്ത അവനെ ഞാൻ അനുനയിപ്പിക്കാൻ പറ്റത്തില്ല സാറേ. ഇല്ല. കാട്ടിനകത്ത് തപസിരുന്ന ഋഷിശൃംഖനെ പോലും ഒരു പെണ്ണ് അനുനയിപ്പിച്ചോണ്ട് വന്നത്. പിന്നെ നിനക്കെന്താ പോയാൽ? അത് പെണ്ണ് ഞാൻ അങ്ങനെ ഒന്നുമല്ല. എനിക്ക് പറ്റില്ല. ഒന്ന് അങ്ങോട്ട് തിരി, ഒന്ന് ഇങ്ങോട്ട് തിരി. നേരെ നോക്ക്. ഡിറ്റോ വൈശാലി. സിന്ധു പോയാ അവൻ പുഷ്പം പോലെ ഇവിടെ വരും. സത്യം പറഞ്ഞ ഭരത സാർ അന്ന് കണ്ടിരുന്നെങ്കിൽ ആ നടി വീട്ടിൽ ഇരുന്ന് സിന്ധു ഫീൽഡിലുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ സൗന്ദര്യം എനിക്കൊരു ശാപമാകാറുണ്ട്. അങ്ങനെ എത്ര കോൺസ്റ്റബിൾസിന്റെ പൈസ പോകുന്നു. എനിക്കെന്നാലും പറ്റത്തില്ല സാറേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. സിന്ധു ഒന്ന് സഹകരിക്കും സിന്ധു. ഇല്ലെങ്കിൽ എന്റെയും നിന്റെയും ജോലി പോകും സിന്ധു. എന്നെയും കൂടെ കൂട്ടണ്ട, സാറിന്റെ ജോലി പോകും. എന്നെ പിടിച്ചാൽ നിന്നെ ഞാൻ പറയും. അതുകൊണ്ട് പോയി എത്തി വിളിച്ചോണ്ട് പോ സിന്ധു. ചെല്ലി സിന്ധു. വിചാരിച്ച നടക്ക് സിന്ധു. പോ സിന്ധു. എന്റെ ഭഗവാനെ, വൈശാലി ചെന്നിരിക്കുന്ന കളങ്കാവലിലെ മമ്മൂട്ടിയുടെ അടുത്തോട്ടാണേ. ഒന്ന് കാത്തുകൊള്ളണേ സാറേ. ഈ സ്റ്റീഫൻ നമ്മൾ വിചാരിച്ച ആളല്ല സാറേ. എന്തോ കണ്ട് സിന്ധു പേടിച്ച്. സിന്ധു
എങ്ങട് എങ്ങട് പോവാൻ? ഞാൻ വല്ലൊന്നുമില്ല. പിന്നെ ഇതുമായിട്ട് വന്നത് നമ്മുടെ ശവമെടുക്കാൻ പോകാനല്ലേ? ശവമെടുക്കാൻ പറ്റല്ല, എനിക്ക് പറമ്പിൽ കുറച്ച് പണിയുണ്ട്. നിങ്ങൾ പോയേ. ഒരുമാതിരി പറ്റിക്കൽ പരിപാടിയായി പോയി. എന്നാ പരിപാടി? ഒരു കാര്യം ഞാൻ അന്നേരം പറഞ്ഞല്ലോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. പിന്നെ എനിക്കൊരു പെണ്ണിന്റെ ഡാൻസ് കണ്ട് പുറകെ പോകേണ്ട കാര്യമില്ല. എനിക്കൊരാളെ വളയ്ക്കണമെങ്കിൽ എന്റെ കളങ്കാവല് സിഗരറ്റ് എന്റെ പോക്കറ്റിലുണ്ട്, ഞാൻ വളയ്ക്കും. കേട്ടോ സാറേ, കേട്ടോ നടക്കുകയല്ല സാറേ. നടക്ക് സിന്ധു. ഇനി ആരെയും വളയ്ക്കാൻ പറ്റിയ ഒറ്റ പരിപാടിയേ ഉള്ളൂ. എന്തുവാ? സെന്റിമെന്റ്സ്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. നടക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, പറഞ്ഞു നോക്കാം. എടാ, 2 ദിവസം മുമ്പേ എനിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. പിന്നെ വെള്ളമടിച്ച് പിടിക്കണല്ലേ അബദ്ധം? ഒരു ലോജിക്കൊക്കെ വേണ്ട പറയണേ. അല്ല, അതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗം. ശരിക്കും പറഞ്ഞാൽ ഞാൻ സർവീസിൽ കയറുന്ന തൊട്ട് ചെറിയ മണ്ടത്തനങ്ങളൊക്കെ കാണിക്കും. അതെന്റെ കുറ്റമല്ല. വീട്ടിൽ അച്ഛനൊക്കെ മണ്ടത്തരം കാണിക്കും. അച്ഛൻ കാണിക്കും, അതുകൊണ്ടാണ്. പിന്നെ എങ്ങനെ കാണിക്കാതിരിക്കും? ടാങ്കി കിടക്കണതല്ലേ പൈപ്പിൽ കിട വരുവോളൂ. എന്റെ അവസ്ഥയായിപ്പോയി, എന്റെ അവസ്ഥ. എടാ, ഒന്ന് വന്ന് സഹകരിച്ചാടാ. ജോലി പോകുന്ന കേസാണ്, പ്ലീസ്. ഞാൻ വരാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഞാൻ വെറുതെ ചുമ്മാ ചെന്ന് ഇറങ്ങൂല. പച്ചക്ക് ഇറങ്ങാൻ എനിക്ക് പറ്റില്ല. എനിക്ക് 2 അടിക്കണം. 2 3 നീ അടിച്ചോ? 1-ാം തീയതി സാറിന്റെ അച്ചായി തുറന്നു വെച്ചോ ബാറ്. എനിക്ക് 10 മിനിറ്റിനകത്ത് ഒരു സാധനം കൊണ്ടുതന്ന് ഞാൻ വേണമെങ്കിൽ ആലോചിക്കാം. ഇന്നലെ നമ്മള് 3 അവന്മാർ രാത്രി പിടിച്ചില്ലേ? അവന്മാരെന്ന് പിടിച്ച സാധനം ജീപ്പിനകത്ത് ഇരിപ്പുണ്ട്. അതിനെ കൊണ്ടൊന്ന് പൊട്ടിച്ച് അവന്റെ കടവായിലോട്ട് ഒഴിച്ചു കൊടുക്കും. അവന്റെ കടവായിലോട്ട്. എന്നാലും കുഴപ്പമില്ല, ജോലി പോകുന്ന കാര്യം ഒന്ന് പോയിട്ട് വാ. അയ്യോ, എന്തോ ഒരു വിനയോ. സുഖല്ലേ? പിന്നെ സുഖം. ഞാനിപ്പോ വരും. ഇറങ്ങണേ. പിന്നെ നീ ഇത് കുടിച്ചതിന് ശേഷം നിന്നെ ഞാൻ കാണുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും വെച്ച് എന്നെ പൊക്കിക്കോളാന്നല്ലേ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? എനിക്ക് പറ്റൂല. പോയി വല്ല പണി നോക്കും. ഓയോ, നിന്നാണ് എന്റെ അരിമ മക്കൾ സത്യം, എന്റെ അയ്യപ്പ, എന്റെ അച്ഛൻ സത്യമായിട്ടും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. അച്ഛൻ സത്യോ? സാധാരണ അമ്മ സത്യല്ലേ ആൾക്കാരുള്ളത്? അമ്മയായിട്ട് ചെറിയ പണക്ക നമ്മൾ മിണ്ടൂല, അതുകൊണ്ടാണ് അവരിലോട്ട് വലിച്ചെടുക്കുന്നത്. നമുക്ക് അത് വേണ്ട, സത്യം. കുടി, എന്താന്ന് വെച്ചാ കുടിച്ചു. ഇത് ഞാൻ അങ്ങനെ കുപ്പിച്ചവച്ച് പൊട്ടിച്ചു തിന്നണോ? പിന്നെ ഒഴിച്ചിടാ പറഞ്ഞപ്പോ സാറേ, ആവശ്യം നമ്മുടേതായി പോയില്ലയോ? മൊത്തം കുടിച്ചോളാം, പതുക്കെ കുടിച്ചോളാം. ചൂടാവില്ലേ? ഞാനെന്താ സാറേ, കോൺസ്റ്റബിൾ ആയതുകൊണ്ടാണ്. അയ്യോ, മതിയല്ലോ, ഇനി പോവാം. ബാക്കി പോണ വഴി കഴിക്കാം. പോവാറായിട്ടില്ല, പറയാം. എനിക്ക് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. വെള്ളം അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, എനിക്ക് 10 മിനിറ്റ് കിടന്നൊന്ന് മയങ്ങണം. 10 മിനിറ്റ് ജീപ്പിൽ കിടന്ന് മയങ്ങിയാ പോരാ. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പ്രമാണിച്ച് ഈ ആഗ്രഹം ഞാനൊന്ന് ചെയ്ത് ഒരു പോലീസുകാരുടെ മടിയിൽ 10 മിനിറ്റ് കിടന്നൊന്ന് ഉറങ്ങണം. ഒരു പാട്ടും പാടി തന്നെ. നമ്മുടെ ആവശ്യമായി പോയില്ലേ സാർ? അല്ലെങ്കിൽ നിങ്ങൾ പോയി എടുത്തോ, ഞാൻ പറമ്പിൽ ഓക്കെയാണ്. ഓക്കെയാണോ? അയ്യോ, കിടക്കാം. അയ്യോ, ഏത് പാട്ടാ പാടി തരേണ്ടത്? എന്റെ അമ്മച്ചി പാടി തന്നെ പാട്ട്. അമ്മച്ചി ഏത് പാട്ടാ പാടുന്നത്? ഉണ്ണി വാവാവോ. ഒരു മിനിറ്റ്. കോൺസ്റ്റബിൾ ഉണ്ണി വിളിക്കണം. ഹലോ. ഉണ്ണി പറ. സാറേ, നമ്മുടെ ഡാമിന്റെ ഷട്ടർ തുറന്നപ്പോഴേ വെള്ളം ഒരുപാട് കനാലിൽ കൂടെ വന്നപ്പം ആ ഡെഡ് ബോഡി ഒഴുകി കഴിഞ്ഞ് കരയിലെത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഒഴുകി കരയിലെത്തി നമ്മളിപ്പം ഡെഡ് ബോഡി ഇപ്പൊ വണ്ടി കയറ്റിയിട്ടുണ്ട്. വണ്ടി കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ നേരെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോക്കോ. കൊണ്ടുപോകും. ചെറിയൊരു ജോലി ബാക്കിയുണ്ട്, ഞാൻ വിളിക്കാം. ശരി സാർ. എന്താ കിടക്ക്. അയ്യോ വേണ്ട സാറേ. അയ്യോ, അങ്ങനെ പറയല്ലേ. അയ്യോ വേണ്ട, പ്ലീസ്. അങ്ങനെ പറയല്ലേ, എനിക്കത് വിഷമം. കേടാ. അയ്യോ ദൈവമേ. അമ്മ ഏത് പാട്ടാ പാടിത്തരണ? മറന്നുപോയി. നീ പറ, ഏത് പാട്ട് പാടിത്തരണ? ഉണ്ണി വാവാവോ. വന്നടം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ആണോ? നിനക്ക് അയ്യോ അയ്യോ അയ്യോ
നിനക്ക് ഇച്ചിരി കൂടുതൽ. അയ്യോ, ഏയ്, അയ്യോ, ഞങ്ങൾ എന്തൊക്കെ വേണ്ട സാറേ, ചെയ്യും? വേണ്ട സാറേ, എന്തൊക്കെ ചെയ്യും? വേണ്ടേ, വേണ്ടേ. കൊലക്കുറ്റത്തിന് നമ്മൾ കേസ് പറയേണ്ടി വരും സാറേ. എഴി ഏ? എഴിയടാ ഏ? എഴി എഴി എഴുന്നേറ്റ് പോ. ദാ, നിനക്ക് സാറിന്റെ മടി കിടന്നിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞേ? വേണ്ട സാറേ, വേണ്ട വേണ്ട വേണ്ട. എന്റെ പൊന്നു സാറേ, വെറുതെ ശവം വാർന്ന് ആക്കണ ശവത്തി കുത്തല്ലേ, കുത്തല്ലേ. കുത്തും. നിനക്ക് ഞാൻ മദ്യം ഒഴിച്ചു തരണോ അല്ലടാ? വേണ്ട വേണ്ട, ഞാൻ മദ്യപാനം നിർത്തി. സാർ പാട്ട് പാടിത്തരണം നിനക്ക് ഇല്ലയോടാ? വേണ്ട 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 വേണ്ട. നിനക്ക് എന്നെ കൊണ്ട് വേറെ എന്തൊക്കെ ചെയ്യണോടാ? വേണ്ട വേണ്ട. ഡാൻസ് കണ്ടോടാ നിനക്ക്? അയ്യോ, എന്തൊരു മോശത്. പോലീസുകാരെ കൊണ്ടൊക്കെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റുമോ? വേണ്ട. നീ വാ നീ വാ നീ വാ എന്നാ? നീ വാ. എന്നാ? ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്തു തന്നത്. ആ. ടെൻഷൻ വേണ്ട. ആ. നാളെ മുതൽ നിനക്കൊരു പോലീസ് എന്നെ ചെയ്തു തരും. എവിടെ? പൊക്കടിയവനെ. തൂക്ക് സാറേ ഇവനെ. അയ്യോ, പ്രദീപേ, ഓ, ശ്രീജു, സൂര്യശ്രീ, നല്ല സ്കിറ്റ് ആയിരുന്നു കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമുക്ക് ഞാൻ നസീർഖനോട് ആദ്യം ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. നസീർക്ക, അടിപൊളി, നല്ല സ്ക്രിപ്റ്റ് വർക്കാണ്. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലും ഉണ്ട്. അങ്ങനെ ഒരു കണ്ടന്റ് നിങ്ങൾ തപ്പിയെടുത്ത് നമുക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നുന്നു. കാര്യം നമ്മുടെ സ്കിറ്റ് പാറ്റേണിൽ അങ്ങനെ ഒരു സാധനമേ കണ്ടിട്ടില്ല. നല്ലൊരു സംഭവമാണ്. കാര്യം എൻ്റെ നാട്ടിലുണ്ട് ഈ ചെയ്യുന്ന ആൾക്കാർ, ഇത് ചെയ്യുന്ന ആൾക്കാർ അവർ അടിക്കാതെ ഈ പണി ചെയ്യുകയില്ല, അടിച്ചോണ്ട് ഇത് ചെയ്യുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ത്രെഡ് നിങ്ങൾ തപ്പിയെടുത്തു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. കാര്യം ആ സ്ക്രിപ്റ്റിൻ്റെ വർക്കിലാണ് ഏറ്റവും നല്ലൊരു നിങ്ങൾക്കത് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയതും അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പം നമുക്ക് ഒരു അഴകുണ്ട് ഇത് കാണുമ്പോൾ, സ്ക്രിപ്റ്റ് കാണുമ്പോൾ തന്നെ. നിങ്ങളുടെ മൂമെൻറ്റ്സുകളൊക്കെ നല്ല രസമായിരുന്നു. കൗണ്ടറുകൾ ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി കൗണ്ടർ ഇല്ലെങ്കിലും പക്ഷെ നമുക്ക് ബോറടിക്കുകയില്ല. അതാണ് സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. നിങ്ങളത് 3 പേരും നല്ല വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്തു. പ്രദീപ് കൊള്ളാം. പ്രദീപിന് പറ്റിയൊരു ക്യാരക്ടറാണ്. അപ്പം വന്ന് പ്രദീപിൻ്റെ ആ ചേഞ്ചുകളൊക്കെ നല്ല രസമാണ്. സ്ക്രിപ്റ്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിലാണ് തന്ന സാധനം മനോഹരമാക്കാൻ നിങ്ങൾ കാണിച്ച പ്രയത്നം അത് നന്നായിരുന്നു. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റായിരുന്നു, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല പെർഫോമൻസാണ്. അതിനെക്കുറിച്ച് ഒന്നും ഇനി ഒരു കറക്ഷൻ പറയാനായിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പ്രദീപ് അതങ്ങോട്ട് മുതലാക്കി. അവരെ രണ്ടുപേരെയും 2 പോലീസുകാരെ ഇക്ഷ വരപ്പിക്കുന്നു. ആൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. വേറെ നിവൃത്തിയില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ മനുഷ്യന്മാരെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളില്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇത്തിരി ജാടയിടും. ഇവിടെയാണ് ഈ ജാട അഹങ്കാരമൊക്കെ വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അത് ശരിക്കും ആ സ്ക്രിപ്റ്റിൽ വരികയും ചെയ്തു. ആ ഫോൺ കോൾ വരുമ്പോഴുള്ള പുള്ളിയുടെ വലിച്ചിലുണ്ടല്ലോ, അതാണ് ഏറ്റവും സൂപ്പറായത്. ഈ നമ്മൾ ചിരിച്ചു പോണ സാധനം. ഒരു ഡയലോഗും ഇല്ല. ആ ഒരു ഡയലോഗ് ഇല്ലാതെ തന്നെ പുള്ളി ഇങ്ങനെ പതുക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ ഉള്ളിൽ നിന്ന് ചിരി വരും. അതാണ് ശരിക്കും ഹ്യൂമറിൻ്റെ ഒരു ക്രിയേഷൻ എന്ന് പറയുന്ന സാധനം കേട്ടോ. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു ഇങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക് എൻ്റെ ബുദ്ധിയിൽ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങളുമായിട്ട് ഇനിയും വരിക, ഇതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ശ്രീജു, സൂര്യശ്രീ, പ്രദീപ് ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒട്ടും മടുപ്പുണ്ടായിരുന്നില്ല. കാരണം കണ്ടിരിക്കാണ്ട് അത്യാവശ്യം തമാശ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയണത്, നമുക്കിപ്പോൾ കുറേ തമാശകളില്ലെങ്കിലും നമ്മളുടെ അവതരണം നല്ലതാണെങ്കിൽ നമ്മളങ്ങ് കണ്ടിരുന്നു പോകും. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. 3 പേരും അങ്ങനെ തന്നെ ചെയ്താക്കണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ പറഞ്ഞ കൂട്ട് പ്രദീപിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ഒരു എൻട്രി, അയ്യോ അതൊരു രക്ഷയില്ല കേട്ടോ. അത് ഇതിൻ്റെ ടോപ്പാണ് ഇതിൻ്റെ. എന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള പ്രദീപിൻ്റെ കണങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ പ്രദീപ് വരവും ഇവിടെ വന്നതിന് ശേഷം സിഗരറ്റ് എടുത്ത് വെച്ചപ്പോൾ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര രസമാണ്. പിന്നെ അതല്ല, നമ്മൾ വീണ വായിച്ചില്ലായിരുന്ന മമ്മട്ടി വെച്ചിട്ട് അത് കറക്റ്റ് ടൈമിങ്ങും എന്ത് രസമായിരുന്നു അറിയാമോ. അത് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൂടി വന്നിട്ട് പിന്നെ ഈ പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ഒരുപാട് അങ്ങോട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിലോട്ട് അങ്ങോട്ട് പോയിട്ടില്ല. കാരണം മടി കിടക്കണക്ക് വന്നപ്പോഴേക്കും പുറത്തുനിന്ന് ഫോൺ വന്ന് മറ്റേ ഡാമിൻ്റെ ഷട്ടർ തുറന്ന് വിട്ടിട്ടുണ്ട്. ആ ഷട്ടർ തുറന്ന് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ കണ്ണുപോയി. വെള്ളം ഒഴുകിയപ്പോഴേക്കും പുള്ളി ഒഴുകി അങ്ങ് ഇറങ്ങി. അത് ടൈമിങ് പക്കായിരുന്നു കേട്ടോ. പ്രദീപേ, എന്ത് രസമായിരുന്നത്. അതൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കിത് ഇവിടെ നിന്ന് കാണുമ്പോൾ, ഇപ്പം നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ ചിലപ്പോൾ അത് ക്ലോസിൽ ഇങ്ങനെ പോകണം കാണിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പക്ഷെ നമ്മൾ ഈ വ്യൂവിൽ നിന്ന് കാണുമ്പോഴേ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത്രയ്ക്ക് മനോഹരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എടുത്തു പറയണത്. അതൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ തമാശകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതാണോ ഇവൻ്റെ വീട്, അതാണ് ഇവൻ്റെ വീട്, ലൈഫിൽ നിന്ന് കിട്ടിയതാ.
അല്ലെങ്കിൽ പിന്നെ ലൈഫിൽ ഇവന് വെക്കാൻ പറ്റുമോ? ആ സാധനങ്ങൾ ടാങ്കിലുള്ളതല്ലേ ഒഴുകി പൈപ്പിൽ വരൂ, പൈപ്പിൽ കൂടെ ഒഴുകുള്ളൂ. അതൊക്കെ ഉഗ്രം കൗണ്ടറാണ്. ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഹണി വെച്ചിട്ടുള്ള ട്രാപ്പാണല്ലോ. ഇതാണ് ശരിക്കും ഹണി ട്രാപ്പ് അല്ലേ? അങ്ങനെയുള്ള കുറേ കൗണ്ടറുകളുണ്ട്. അതിലുപരിയായിട്ട് നല്ല അഭിനയവും നല്ല സ്ക്രിപ്റ്റും ആയിരുന്നു, നല്ല ക്ലൈമാക്സും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ആദ്യം തുടങ്ങി അവസാനം വരെ കാണാനായിട്ട് നമുക്കിങ്ങനെ ഒരു മടുപ്പില്ലാത്ത ഒരു അവതരണവും സ്കിറ്റും ആയിരുന്നത്. എന്തായാലും ഇത് ഗംഭീരമാണ് കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് 3 പേർക്കും. താങ്ക് യു. അപ്പൊ മാർക്കിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ ഇതിനെന്താന്നുള്ളത് നമുക്കറിയാം. അതെ അതെ, അപ്പൊ പ്രസാദേട്ടൻ ആദ്യം കൊടുക്കൂ. ഞാനൊരു കാര്യം ചെയ്യാം, 15-ൽ തുടങ്ങുന്നു. 15,000 സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 15,000 രൂപ പ്രസാദേട്ടൻ എനിക്ക് ബാക്കി ഞാൻ കൊടുക്കാം അല്ലേ? കൊടുക്കുക. ഞാനൊരു 12,000 രൂപ കൊടുക്കാം. 15ഉം 12 27,000 രൂപ തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ബാക്കി ഞാനുള്ള അങ്ങ് തരാം. ഹാപ്പി അല്ലേ? ഹാപ്പി. ഞങ്ങൾ ഹാപ്പിയാണ്. കുറച്ചുകൂടെ തമാശകൾ ഉണ്ടായിരുന്നു, ഇതിന്റെ അപ്പുറം പോയനെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായല്ലോ. പക്ഷെ നല്ല രസമായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പം ഇതിലും ഗംഭീരമായിട്ട് അടുത്ത പ്രാവശ്യം വരുക. ഓക്കെ. ഓക്കെ. All the best. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല നല്ല സ്കിറ്റുകളും നല്ല നല്ല ഐറ്റങ്ങളായിട്ട് നാളെ കാണാം. നമുക്ക് കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്.